السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ പോലെ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകിയ ഉപകാരങ്ങൾ പോലെ ലോകത്തൊരു മതവും നൽകിയിട്ടില്ല. സംസ്കാരങ്ങളില്ലാതെ മൃഗത്തെ പോലെ ജീവിച്ച മനുഷ്യർക്കിടയിൽ പരിശുദ്ധമായ ഇസ്ലാം വരികയും മനുഷ്യരെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മുൻഗാമികളായ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൻ്റെ ശരിയായ സംസ്കാരവുമായി ലോകത്ത് യാത്ര ചെയ്തപ്പോൾ അതിലൂടെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉന്നതമായ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ മനുഷ്യർ മനസ്സിലാക്കുകയും പിൻപറ്റുകയും അത് പരക്കുകയും ചെയ്തു. എന്നാൽ ഈ സൗഭാഗ്യത്തിന് അർഹരായ മുസ്ലിമീങ്ങളായ നമ്മൾ ഇന്ന് ആ ഉയർന്ന ഇസ്ലാമിൻ്റെ മുആശറയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരുന്ന പല ഉന്നതമായ ഗുണങ്ങളും ഇസ്ലാമിൻ്റെ പല മുആശറയും സംസ്കാരവും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ ഉയർന്നൊരു ഗുണമായിരുന്നു ജീവിതത്തിൽ ലജ്ജയുണ്ടാവുക എന്നത്. ആ ലജ്ജ എന്ന ഉയർന്ന ഗുണം ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മളിൽ നിന്നും, പുരുഷന്മാരിൽ നിന്നും, സ്ത്രീകളിൽ നിന്നും, യുവാക്കളിൽ നിന്നും, യുവതികളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ലികുല്ലി ദീനുൻ ഖുലുഖ ഇന്ന ഖുലുഖൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ ഓരോ മതത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നതമായ ഗുണമാണ്, സ്വഭാവമാണ് അൽ ഹയാ, ലജ്ജ എന്നുള്ളത്. മൻ ലാ ഹയാ ലഹു ലാ ദീന ലഹ്. ലജ്ജയില്ലാത്തവന് ദീനിൽ ഒരു സ്ഥാനവുമില്ല, ദീനേയില്ല. അൽ ഹയാഉ മിനൽ ഈമാൻ, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ചില സന്ദർഭങ്ങൾ താങ്കൾ പറഞ്ഞു, ലജ്ജ അത് ഈമാനാണ്. ലജ്ജ അത് ഈമാനിൻ്റെ വലിയൊരു ഭാഗമാണ്. അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ. ഈമാനും ലജ്ജയും പരസ്പരം ചേർന്ന വസ്തുക്കളാണ്.
അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് ഇല്ലാതാകും. ലജ്ജ നഷ്ടപ്പെട്ടാൽ അവനിൽ ഈമാനും ഇല്ല എന്നാണ് അർത്ഥം. ഇന്നൽ ഹയാഅ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജയിലൂടെ അവനിൽ മനുഷ്യൻ എല്ലാ ഖൈറുകളും നന്മയും വരുന്നതാണ്. അൽ ഹയാഉ വസ്ലു കുല്ലി ഖൈർ. ലജ്ജ അതെല്ലാ ഖൈറിൻ്റെയും അടിസ്ഥാനമാണ്, അടിവേരാണ്. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, അല്ലാഹു തആല ഒരു മനുഷ്യൻ നൽകുന്ന ശിക്ഷയിൽ കടുത്ത ശിക്ഷ അവൻ്റെ ഹൃദയത്തിൻ്റെ മേൽ ഇറക്കുന്ന ശിക്ഷയാണ്. ഒരാൾ അല്ലാഹു തആല ശിക്ഷിക്കുന്ന, അവൻ്റെ ഹൃദയത്തിന് മേൽ ഇറക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ്. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി പറയുന്നു, യസ്ലുബ മിൻഹുൽ ഹയാ. അവൻ്റെ ഹൃദയത്തിൽ നിന്നും ലജ്ജയെ അല്ലാഹു തആല ഊരിയെടുക്കും. അള്ളാഹു ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല അവൻ്റെ ഹൃദയത്തിൽ നിന്നും ലജ്ജ അല്ലാഹു തആല ഊരിയെടുക്കും. അതുകൊണ്ട് അമ്പിയാക്കളുടെ, സഹാബത്തിൻ്റെ, സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉന്നതമായ ഗുണമായിരുന്നു ലജ്ജയോടുകൂടി ദുന്യാവിൽ ജീവിക്കുക എന്നുള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തങ്ങൾ പറഞ്ഞു, മൂസ അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തിൽ വളരെ കൂടുതൽ ലജ്ജയുള്ള നബിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ സമൂഹത്തിൽ നിന്ന് മാറി ഒറ്റക്കാണ് അദ്ദേഹം കുളിച്ചിരുന്നത്. ബനു ഇസ്രായേൽ അത് കണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്തോ ന്യൂനതയോ അയ്ബുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം ഒറ്റക്ക് കുളിക്കുന്നത്. അല്ലാഹു തആല അതേ നബിയെ, എൻ്റെ പ്രവാചകന്മാർ ഒരു അയ്ബുമില്ലാത്തവരാണ്, അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം അദ്ദേഹം കുളിക്കുമ്പോൾ അദ്ദേഹം വച്ചിരുന്ന വസ്ത്രം ഒരു പാറയുടെ പുറത്ത്. അദ്ദേഹം കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ആ പാറ അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായി പോകാൻ തുടങ്ങി. പുറകെ ഓടി അദ്ദേഹം സൗബി ഹജർ, സൗബി ഹജർ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകിൽ ഓടി. അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരം ബനി ഇസ്രായേൽ കാണുകയും അദ്ദേഹത്തിൽ ഒരു അയ്ബില്ല എന്ന് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം നബിമാരിൽ ഉണ്ടായിരുന്ന ഉന്നതമായ ഗുണമാണ് ലജ്ജ എന്നുള്ളത്. തങ്ങളെ സംബന്ധിച്ച് സഹാബാക്കൾ പറഞ്ഞു, ഒരു പ്രായപൂർത്തിയായ സ്ത്രീ ലജ്ജയുള്ളവളാകുന്നതിനേക്കാൾ കൂടുതൽ നിബിതങ്ങൾ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. നബിമാരിൽ ഉണ്ടായിരുന്ന ഉയർന്ന ഗുണമാണ് ജീവിതത്തിൽ ലജ്ജയോടുകൂടി ജീവിക്കുക. സാലിഹത്തുകളായ സ്ത്രീകൾ അവരുടെ ജീവിതങ്ങളിൽ ലജ്ജയെന്ന ഉന്നതമായ ഗുണമുണ്ടായിരുന്നു. ഫജാഅത് ഇഹ്ദാഹുമാ തംഷി അല ഇസ്തിഹ്യാ. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകളെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫജാഅത് ഇഹ്ദാഹുമാ തംഷി അല ഇസ്തിഹ്യാ. അവർ ലജ്ജയോടുകൂടി, അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, ലജ്ജയോടുകൂടി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നു. നബിമാരുടെ പെൺമക്കളിൽ, സ്വാലിഹത്തായ സ്ത്രീകളിൽ, നബിമാരുടെ പത്നിമാരിൽ ഉണ്ടായിരുന്ന ഉന്നതമായ ഗുണമാണ്. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, എൻ്റെ ഭർത്താവ് ഹബീബായ തങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞു, എൻ്റെ വീട്ടിൽ ഖബറടക്കി. പിന്നെ എൻ്റെ വാപ്പ അബൂബക്കർ റളിയല്ലാഹു തആല മരണപ്പെട്ടു, എൻ്റെ വീട്ടിൽ തന്നെ ഖബറടക്കി. ഈ സമയത്തെല്ലാം ഞാൻ സാധാരണ വീട്ടിൽ കഴിയുന്നത് പോലെ വീട്ടിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറും എൻ്റെ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വളരെ സൂക്ഷ്മതയിൽ, വസ്ത്രം മാറുന്നതിൽ, എൻ്റെ ശരീരത്തെ മറയ്ക്കുന്നതിൽ വളരെ സൂക്ഷ്മത പാലിക്കുമായിരുന്നു. ഹയാ മിൻ ഉമർ, ഉമറിനോടുള്ള ലജ്ജ കാരണം. മരിച്ച് ഖബറിലാണ്, പക്ഷേ അത്രമാത്രം നബിതങ്ങളുടെ പത്നിമാരിൽ, നബിമാരുടെ പെൺമക്കളിൽ ഉണ്ടായിരുന്ന ഉന്നതമായ ഗുണമാണ് ലജ്ജ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ന് മാത്രമല്ല അല്ലാഹു തആല അവനെ നബിതങ്ങൾ പരിചയപ്പെടുത്തി, ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അല്ലാഹു തആല ലജ്ജയുള്ളവനും മാന്യനുമാണ്. ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അല്ലാഹു ലജ്ജയുള്ളവനും മാന്യനുമാണ്. ഒരു സഹാബി അദ്ദേഹം കുളിച്ചപ്പോൾ പൂർണ്ണമായ ഔറത്ത് മറയ്ക്കാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾ ദേഷ്യപ്പെട്ടു. മിമ്പറിൽ കയറി സഹാബത്തിനോട് സംസാരിച്ചു, യാ യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ലജ്ജയെ മുറുകെ പിടിക്കിൻ, ഇത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സത്തീറുൻ, അല്ലാഹു ലജ്ജയുള്ളവനും
അല്ലാഹു തആല മറച്ചു വെക്കുന്നവനുമാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, നിങ്ങളുടെ അല്ലാഹു തആല ലജ്ജ ഇഷ്ടപ്പെടുന്നവനാണ്, ഔറത്തിനെ മറയ്ക്കൽ ഇഷ്ടപ്പെടുന്നവനാണ്. അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിൽ 2 ഗുണങ്ങൾ തങ്ങൾ ശ്രദ്ധിച്ചു, നല്ല 2 ഗുണങ്ങൾ. അപ്പം തങ്ങൾ പറഞ്ഞു, നിന്നിൽ 2 ഗുണങ്ങളുണ്ട്, നല്ല 2 സ്വഭാവങ്ങളുണ്ട്. ആ 2 സ്വഭാവത്തെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് നബി? തങ്ങൾ പറഞ്ഞു, അൽ ഹയാഉ വൽ ഹിൽമു, നിന്നിലുള്ള 2 നന്മകൾ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന 2 നന്മകൾ. 1, നിന്നിൽ ലജ്ജയുണ്ട്. 2, നീ സഹനതയുണ്ട്, ധൃതി കാണിക്കുന്നില്ല, സഹനതയുണ്ട്. അപ്പം അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അള്ളാഹിലുള്ള ഒരു ഉന്നതമായ ഗുണമാണ് ലജ്ജ എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്, ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്, മുആശറയാണ്. എന്നാൽ സത്യത്തിൽ മുസ്ലിമീങ്ങൾ, ഇന്നത്തെ മുസ്ലിമീങ്ങളായ നമ്മൾ, നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ യുവാക്കൾ, യുവതികൾ, നമ്മുടെ കുട്ടികൾ ഇന്ന് ലജ്ജ എന്ന ഉയർന്ന സംസ്കാരം നഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടകലർന്നുള്ള ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും ഈ ഉയർന്ന സംസ്കാരം, ഇസ്ലാമിൻ്റെ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകൾ ലജ്ജ എന്ന ഉന്നതമായ ഗുണത്തിൽ നിന്നും മുസ്ലിം വിദ്യാർത്ഥികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മതക്കാരുമായി ഇടകലർന്ന് ജീവിച്ച് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ വെറും ATM കൗണ്ടർ പോലെ പൈസ കൊടുക്കുന്നവർ മാത്രമായി മാറി. മക്കളെ ശാസിക്കുവാനോ ഉണർത്തുവാനോ, ലജ്ജയില്ലാതെ മക്കൾ ധരിക്കുന്ന വസ്ത്രം കാണുമ്പോൾ ഇത് പാടില്ലെന്ന് പറയാൻ പറ്റാത്ത നിലയിൽ വാപ്പമാർ വെറും ATM കൗണ്ടർ പോലെ ചോദിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നവരായി മാറി. ഒരു സമൂഹം, ഒരു തലമുറ ഒരു ലജ്ജയില്ലാതെ വളർന്നു വന്നാൽ അവരിൽ നിന്ന് പിറവിയെടുക്കുന്ന മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ സംസ്കാരമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ലജ്ജയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. 1, നാം അള്ളാഹുവിന് മുന്നിൽ ലജ്ജയുള്ളവരാവുക. ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, അള്ളാഹിനോട് നിങ്ങൾ ശരിയായി ലജ്ജയുള്ളവരാവുക. അള്ളാഹിനോട് ലജ്ജയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ വൃത്തികെട്ട തിന്മകളിൽ നിന്നും തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക. തൻ്റെ കണ്ണിനെ ഹറാമ് കാണുന്നതിൽ നിന്നും, തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും വൃത്തികെട്ട തിന്മകളിൽ നിന്നും സൂക്ഷിക്കുക, അകറ്റി നിർത്തുക. ഇതാണ് അള്ളാഹിനോടുള്ള ഹയാ. ചില മുൻഗാമികൾ പറയുമായിരുന്നു, നീ അള്ളാഹുവിനെ ഭയപ്പെടുക, നിന്റെ റബ്ബിനെ, നിന്റെ മേൽ എത്രമാത്രം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ഭയപ്പെടുക, അള്ളാഹുവിൽ നിന്ന് ലജ്ജയുള്ളവനാകുക. ബിഖദിരി ഖുർബിഹി മിൻക്, അവൻ നിന്നോട് എത്ര അടുത്താണോ ആ അളവനുസരിച്ച്. നമ്മളോട് ഏറ്റവും അടുത്തവൻ അള്ളാഹുവാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ബാക്കി മുഴുവൻ സൃഷ്ടികളെക്കാൾ ഏറ്റവും നമ്മളുമായി അടുത്തവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനോട് നീ ലജ്ജയുള്ളവനാവുക. ബിഖദിരി ഖുർബിഹി മിൻക്, നിന്നോട് എത്ര അടുത്താണോ അതനുസരിച്ച്. എല്ലാ സമയത്തും അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുണ്ട്. യാ മുദ്മിന ദംബി അമാ തസ്തഹി ഫല്ലാഹു ഫിൽ ഖൽവത്തി സാനീക, പാപങ്ങളിൽ നിരതനാകുന്ന മനുഷ്യ, അമാ തസ്തഹി, നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? വല്ലാഹു ഫിൽ ഖൽവത്തി സാനീക, നീ ഒറ്റക്കാകുമ്പോൾ, നീ രഹസ്യമാകുമ്പോൾ, നീ മുറി ഒറ്റക്കാകുമ്പോൾ നീ തെറ്റിദ്ധരിച്ചു പോകണ്ട, രണ്ടാമനായി നിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഉണ്ട്. സുലൈഖ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തിന്മയിലേക്ക് വേണ്ടി ക്ഷണിച്ച് ആ തിന്മയ്ക്ക് വേണ്ടി തയ്യാറായപ്പോൾ ആദ്യം സുലൈഖ ആരാധിക്കുന്നൊരു വിഗ്രഹം ആ മുറിയിലുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു തുണിയിട്ട് അതിനെ മൂടിയിട്ടു. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ജീവനില്ലാത്ത ഈ വിഗ്രഹത്തിൽ നിന്ന് നീ ഇത്ര ലജ്ജ കാണിക്കുന്നെങ്കിൽ അന ഔലാ മിൻകി, നിന്നേക്കാൾ ഞാനാണ് ലജ്ജ കാണിക്കേണ്ടത് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ. അവൻ്റെ കണ്ണ് എൻ്റെ മേൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും വിഗ്രഹമാണ്, കാണാനോ കേൾക്കാനോ സാധിക്കാത്ത വിഗ്രഹമാണ്. അതിൽ നിന്ന് നീ ലജ്ജ കാണിക്കുന്നെങ്കിൽ എൻ്റെ അള്ളാഹുവിൽ നിന്ന് ഞാൻ എത്ര ലജ്ജ കാണിക്കണം? അതുകൊണ്ട് നാം റബ്ബിൻ്റെ മുന്നിൽ ലജ്ജയുള്ളവരായി അവൻ ഇഷ്ടപ്പെടാത്ത മ്ലേച്ഛമായ തിന്മകൾ നമ്മുടെ ശരീരത്തെ വലിച്ചു മാറ്റുക. എങ്കിൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമുണ്ടാകും. നമ്മുടെ ഹദീസിൽ വരുന്നുണ്ട്, 3 ആളുകൾ ഗുഹയിൽ വിട്ടുപോയി, ഒരു ഗുഹയിൽ അകപ്പെട്ടുപോയി, രക്ഷപ്പെടാൻ സാധിക്കാത്ത നിലയിൽ ഗുഹാമുഖം ഒന്ന് അടഞ്ഞുപോയി. ദുആ ചെയ്ത കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഗുഹയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ ദുആ ചെയ്തത്,
തൻ്റെ ജീവിതത്തിൽ തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യം വന്നപ്പോൾ, ഒരു വൃത്തികേടിനുള്ള എല്ലാ സാഹചര്യം മുന്നിൽ വന്നപ്പോൾ, അള്ളാഹുനുള്ള ഭയത്താലും ലജ്ജയും കാരണം ആ തിന്മയെ അള്ളാഹു ഞാൻ ഒഴിവാക്കി, അത് കാരണമായി നീ എന്നെ അപകടത്തിൽ രക്ഷപ്പെടുത്തണം. അള്ളാഹു തആല ദുആയെ സ്വീകരിച്ചു. അള്ളാഹു തടഞ്ഞ വൃത്തികളിൽ നിന്നും അകന്നാൽ നമ്മുടെ ദുആകൾക്ക് അംഗീകാരമുണ്ടാകും, നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാകും. അള്ളാഹു നമ്മുടെ വാക്കുകൾ വിലമതിക്കും. മുസ്ലിമിന് യസാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ യാത്രയിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തെ ആ സ്ത്രീ തന്നെ തിന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം അള്ളാഹുവിനെ ഓർത്ത് ലജ്ജിതനായി കരഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ആ സ്ത്രീ മടങ്ങിപ്പോവുകയും ചെയ്തു. രാത്രി അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സ്വപ്നം കണ്ടു. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ആശംസിക്കുകയും സന്തോഷ വാർത്ത കേൾപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പരിശുദ്ധി, അള്ളാഹു നിഷിദ്ധമാക്കിയ വൃത്തികേട് തൻ്റെ ശരീരത്തെ അകറ്റിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമുണ്ടാകും. താരീഖിൻ്റെ കിതാബിൽ കാണാം, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയുമായി യാത്ര ചെയ്യുമ്പോൾ, ഒട്ടകക്കട്ടിൽ തൻ്റെ ഉമ്മയെ ഇരുത്തി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജനങ്ങളെല്ലാം കൂടി നിൽക്കും. അന്വേഷിച്ചു എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ അള്ളാഹുടെ ദുആ ചെയ്യാൻ, മഴയ്ക്ക് വേണ്ടി. കുറേ നാളുകളായി മഴയില്ലാതെ ഞങ്ങളും മൃഗങ്ങളുമെല്ലാം ബുദ്ധിമുട്ടുന്നു, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നില്ല. അപ്പം അദ്ദേഹം തിരിച്ചു വന്നു. തൻ്റെ ഉമ്മ ഇരിക്കുന്ന ആ ഒട്ടകക്കട്ടിൽ ഉമ്മയുടെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ പിടിച്ച് 2 കൈകൾ ഉയർത്തി ദുആ ചെയ്തു, ഈ സമൂഹത്തിന് മഴയ്ക്ക് വേണ്ടി. താരീഖിൻ്റെ കിതാബിൽ കാണാം, ആ യുവാവിൻ്റെ ദുആക്ക് അല്ലാഹു ഉടനെ ഉത്തരം കൊടുത്തു. ആ സമൂഹത്തിന് മഴ ലഭിച്ചു. ജനങ്ങൾ ചോദിച്ചു, എന്താണ് നിന്റെ ദുആക്ക് ഉടനെ ഉത്തരം കിട്ടാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ ഉമ്മ ജീവിതത്തിൽ പരിശുദ്ധിയോടെ ജീവിച്ചൊരു ഉമ്മയാണ്. ഒരു ഹറാമോ തിന്മയോ വൃത്തികേടുമായി ബന്ധമില്ലാതെ ജീവിതം പരിശുദ്ധമായി കൊണ്ടുപോയൊരു ഉമ്മയാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മയുടെ വസ്ത്രത്തിൻ്റെ അരികിൽ പിടിച്ച റബ്ബിനോട് ദുആ ചെയ്തു, എനിക്ക് ഉറപ്പാണ് എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. ആരുടെ ജീവിതം പരിശുദ്ധമാണോ, അള്ളാഹ് നിഷിദ്ധമാക്കിയ വൃത്തികേടുകളിൽ നിന്ന് തൻ്റെ ശരീരത്തെ അകറ്റി നിർത്തുന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമുണ്ടാകും. അവർ പറയുന്ന വാക്കുകൾ അള്ളാഹു കേൾക്കും, അവരുടെ ദുആകൾക്ക് ഉടനെ ഉത്തരമുണ്ടാകും. നേരെ മറിച്ച് ജീവിതത്തിൽ അള്ളാഹ് നിഷിദ്ധമാക്കിയ വൃത്തികെട്ട തിന്മകളുമായി ഇടകലർന്ന് ജീവിക്കുന്ന വ്യക്തികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അംഗീകാരവും സ്ഥാനവും ഉണ്ടാകുകയില്ല, എന്നല്ല അള്ളാഹു തആല വെറുക്കുന്നവരായിരിക്കും. ഈസാ അലൈഹിസ്സലാം പറയുമായിരുന്നു, നീ നിന്റെ കണ്ണുകൊണ്ട് ഒരു സ്ത്രീ, ഹറാമായ സ്ത്രീയെ നോക്കി നീ ആസ്വദിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, നിന്റെ ശരീരം വ്യഭിചാരം ചെയ്തിട്ടില്ല, പക്ഷേ നീ നിന്റെ ഹൃദയം കൊണ്ട് വ്യഭിചരിക്കുകയാണ്. ഹൃദയം അള്ളാഹുവിൻ്റെ വീടാണ്. അള്ളാഹുവിൻ്റെ വീട്ടിൽ നീ വ്യഭിചരിക്കുകയാണ്. നിന്റെ സ്വന്തം വീട്ടിൽ വ്യഭിചരിച്ചുള്ള ദേഷ്യവും വെറുപ്പും എത്രയായിരിക്കും? അള്ളാഹുവിൻ്റെ വീടാകുന്ന ഹൃദയത്തിൽ നീ വ്യഭിചരിക്കുന്നവനെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ എഴുതി, ഒരാൾ വ്യഭിചരിച്ചാൽ അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ഹദ്ദ് മറ്റുള്ള തിന്മകളെ പോലെയല്ല, പരസ്യമായി കല്ലെറിയണം. അള്ളാഹു തിന്മയെ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെട്ടവനും കൽപ്പിച്ചവനുമാണ്. പക്ഷെ വ്യഭിചാരത്തിൻ്റെ ഹദ്ദ് എന്ന് പറഞ്ഞാൽ നിയമം പരസ്യമായി കല്ലെറിയണം, പരസ്യമായി എറിയണം. എറിയുന്നതിൽ ഒരു കരുണയും കാണിക്കാൻ പാടില്ല. കാരണം അത്രമാത്രം അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ. ലോകത്ത് പല സമൂഹത്തിനും അള്ളാഹുവിൻ്റെ അദാബുകൾ ഇറങ്ങി, പല സമൂഹത്തിനും പല അദാബുകൾ. ഒരു ഘോരമായ ശബ്ദം കൊണ്ട് അള്ളാഹ് നശിപ്പിച്ചു, ശക്തമായ കാറ്റുകൊണ്ട് നശിപ്പിച്ചു, കല്ലേറുകൊണ്ട് അള്ളാഹു തആല പരീക്ഷിച്ചു. എന്നാൽ ഒരു സമൂഹം മാത്രം, ലോക ചരിത്രത്തിൽ ഒരു സമൂഹം മാത്രം, അവരെ മേൽ ഒരേ സമയത്ത് പല അദാബുകൾ ഇറങ്ങി. എല്ലാ സമൂഹത്തെയും ഒരു അദാബ് കൊണ്ട് നശിപ്പിച്ചത് എങ്കിൽ ഒരു സമൂഹത്തെ അള്ളാഹു തആല ഒരൊറ്റ സമയം നശിപ്പിച്ചു പല അദാബുകൾ കൊണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം, ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ഘോരമായ ശബ്ദം, ശക്തമായ കല്ലേറ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകുകൊണ്ട് ശക്തമായ അടി, പ്രഹരം. മാത്രമല്ല ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ജിബ്രീൽ അലൈഹി സ്വലാം ആ സമൂഹത്തെ ഭൂമിയടക്കം ഒരപ്പം ഇങ്ങനെ പൊക്കുന്നത് പോലെ നേരെ ആകാശത്തേക്ക് ഉയർത്തി. ഈ ഭൂമിയിലുള്ള മൃഗങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെ കരച്ചിലും ആകാശ ലോകത്തെ മലക്കുകൾ കേൾക്കുന്നത്രയും ഉയർത്തി തലകീഴായി മറിക്കുകയുണ്ടായി. ഒരൊറ്റ സമയം പല അദാബുകൾ. എന്താണ് ലൂത്ത് നബിയുടെ സമൂഹത്തിലുണ്ടായ തിന്മ? വൃത്തികേടുകൾ, ഫാഹിഷാത്തുകൾ, തിന്മകൾ, മ്ലേച്ഛതകൾ ആ സമൂഹത്തിൽ വ്യാപകമായി. അല്ലാഹു തആലക്ക് അത്ര വെറുപ്പുള്ള കാര്യമാണ് മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ അള്ളാഹു കഠിനമായ പരീക്ഷണം ആ സമൂഹത്തിലേക്ക് ഇറക്കും. മാത്രമല്ല ഉലമാക്കൾ എഴുതി, തിന്മയുടെ വൃത്തികേടിൻ്റെ ലജ്ജയില്ലാത്ത ജീവിതത്തിൻ്റെ അള്ളാഹു നൽകുന്ന ദുന്യാവിലെ അള്ളാഹു നൽകുന്ന ഒരു രീതി, നന്മക്ക് നന്മ പകരം നൽകുന്ന പോലെ തിന്മക്ക് തിന്മ തന്നെ അള്ളാഹു തആല പകരം നൽകും. ഇത് അള്ളാഹുവിൻ്റെ രീതിയാണ്. ഏത് നന്മയാണോ ചെയ്ത് അതേ നിലയുള്ള നന്മ അള്ളാഹു പകരം നൽകും. ഏതൊരു തിന്മയാണോ ചെയ്ത് അതേ നിലയിൽ തിന്മ അള്ളാഹു പകരം നൽകും. ലാ അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക,
ഒരു വ്യഭിചാരി അല്ലെങ്കിൽ വ്യഭിചാരത്തിന് തുല്യമായ ജീവിതം നയിക്കുന്ന വൃത്തികേടുമായി സഹവസിക്കുന്ന മനുഷ്യൻ ലഭിക്കുന്ന ഇണയും ലഭിക്കുന്ന പങ്കാളിയും വ്യഭിചാരവുമായി ബന്ധമുള്ളവളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പാതിവൃത്യം കൊണ്ടു നടക്കിൻ, പരിശുദ്ധമായ ജീവിതത്തെ മുറുകെ പിടിക്കിൻ, നിങ്ങളുടെ സ്ത്രീകൾക്കും പരിശുദ്ധതയുണ്ടാകും. 2 കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യിൻ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നന്മ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ സ്ത്രീകളോട് നിങ്ങൾ പരിശുദ്ധതയോടെ പവിത്രതയോടെ ജീവിക്കിൻ. നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പരിശുദ്ധതയുണ്ടാകും. നാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ഇന്ന സിന ദൈനുൻ, വ്യഭിചാരം അതൊരു കടമാണ്. നീ ആരോടെങ്കിലും വൃത്തികേട് പെരുമാറിയാൽ നിന്റെ വീട്ടിലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഒരു ആലിം, ഒരു സാലിഹായ മനുഷ്യൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു സ്ത്രീ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം വിൽക്കുന്നിടയിൽ ശൈത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങി വന്ന സ്ത്രീയുടെ കയ്യിൽ അദ്ദേഹം സ്പർശിച്ചു, മനഃപൂർവ്വം സ്പർശിച്ചു. അദ്ദേഹം വീട്ടിൽ വന്ന് വൈകുന്നേരം, അപ്പോൾ തൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ ചോദിച്ചെന്ന് കരയുന്നത്. ഭാര്യ പറഞ്ഞു, ഇത്രയും വർഷത്തിനിടയിൽ സംഭവിക്കാതിരിക്കാൻ സംഭവിച്ചു പോയി. നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ വളരെ സൂക്ഷ്മതയിൽ കഴിയുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ വസ്തു ഞാൻ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ആ വീട്ടിലെ ജോലിക്കാരൻ മനഃപൂർവ്വം പിടിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം കരയാൻ തുടങ്ങി. ഇത് കേട്ടിട്ട്, നിങ്ങളെന്തിനാണ് കരയുന്നത്? നിൻ്റെ ഈ കാര്യത്തിന് ഞാനാണ് കാരണക്കാരൻ. ഞാനൊരു അന്യ സ്ത്രീയെ സ്പർശിച്ചപ്പോൾ ഉടൻ തന്നെ അതിന് പകരം എൻ്റെ വീട്ടിൽ സംഭവിച്ചു. സ്വന്തം ജീവിതം പരിശുദ്ധമാക്കിയാൽ, അത് പൊതുവായൊരു നിയമമല്ല, പക്ഷേ സ്വന്തം ജീവിതം പരിശുദ്ധമാക്കിയാൽ നമ്മുടെ സ്ത്രീകൾ പരിശുദ്ധിയുള്ളവരാകും. ഇനി വിവാഹം കഴിക്കാത്ത ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് പരിശുദ്ധി സൂക്ഷിച്ചാൽ അള്ളാഹു നൽകുന്ന പങ്കാളിയും ഇണയും അങ്ങനെ പരിശുദ്ധിയുള്ളവളായിരിക്കും. വിവാഹം കഴിക്കാത്തൊരു പുരുഷൻ തൻ്റെ വിവാഹത്തിന് മുമ്പ് ജീവിതം പരിശുദ്ധമാക്കിയില്ലെങ്കിൽ അവന് ലഭിക്കുന്ന ഇണയും അങ്ങനെയാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പരിശുദ്ധമാക്കിയാൽ അള്ളാഹു ദുന്യാവിൽ തന്നെ അതിന് നല്ല പകരം നൽകും. അതുകൊണ്ട് ലജ്ജ എന്നുള്ളത് മുസ്ലിമിൻ്റെ സംസ്കാരമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കൊണ്ടു നടക്കേണ്ട സംസ്കാരമാണ്. ഇന്ന് നമ്മളിൽ നിന്ന് പുരുഷന്മാരിലും സ്ത്രീകളിലും യുവാക്കളും യുവതികളും ഈ ഉയർന്ന ഇസ്ലാമിൻ്റെ മുആശറ, ലജ്ജ എന്ന സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുരുഷന്മാർ ഒരു ജീവിതത്തെ എല്ലാ ലജ്ജയെ മുറുകെ പിടിക്കണം. പ്രത്യേകിച്ച് മുസ്ലിമായ ഒരു പുരുഷൻ വസ്ത്രം ധരിക്കുന്ന ലജ്ജയുള്ളവനാകണം. ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ പൊക്കിൾ മുതൽ മുട്ടും വരെ മറയ്ക്കൽ നിർബന്ധമാണ്. അത് വെളിവാക്കൽ ഹറാമാണ്. മിസ്വർ ബിൻ മഖ്റമ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം കല്ല് ചുമന്നുകൊണ്ട് പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട്ടുപണിക്കോ മറ്റാവശ്യങ്ങൾക്ക് കല്ല് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അല്പം താന്ന് ഔറത്ത് വെളിവായി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ ആ കല്ല് നീ താഴെ ഇറക്കി ഔറത്ത് മറക്കി, നിന്റെ ഔറത്ത് പെട്ടെന്ന് മറക്കി. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, തങ്ങൾ പറയുമായിരുന്നു, ഒരു പുരുഷന്റെ തൊട, അത് ജീവനുള്ള മനുഷ്യനാകട്ടെ മരിച്ചവനാകട്ടെ, അവൻ്റെ തൊടയിലേക്ക് നോക്കൽ നിഷിദ്ധമാണ്, അത് ഹറാമാണ്, ഔറത്താണ്, മറയ്ക്കപ്പെടേണ്ടതാണ്. മഅ്മർ എന്ന സഹാബി അദ്ദേഹത്തിൻ്റെ തൊടയുടെ അല്പഭാഗം വെളിവായി കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, മഅ്മർ, നിന്റെ ഔറത്തിനെ നീ മറയ്ക്കും, കാരണം അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. ഒരു പുരുഷൻ തൻ്റെ മുട്ടുപൊക്കലിനിടയുള്ള ഭാഗം ഔറത്താണ്, അത് ഒഴിവാക്കൽ അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. തങ്ങൾ ഔറത്ത് മറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബി ചോദിച്ചു, നബി, ഒരു വ്യക്തി ഒറ്റക്കാണ്, രാത്രി ഒറ്റക്കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഒറ്റക്കാകുമ്പോൾ അതിൻ്റെ വിധി എന്താണ്? തങ്ങൾ പറഞ്ഞു, ഒറ്റക്കാകുമ്പോൾ നിന്റെ അള്ളാഹു നിന്റെ കൂട്ടത്തിലില്ലേ, നിന്റെ റബ്ബിനോട് നീ ലജ്ജ കാണിക്കേണ്ടതില്ലേ? ഇസ്തഹ്യു മിനൽ മലായികത്തിൽ കിറാമൻ കാതിബീൻ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ മലക്കുകളുണ്ട്, നിങ്ങൾ ലജ്ജ കാണിക്കണം അവരോട്. നിങ്ങൾ ഒറ്റക്കാണല്ലോ, നിങ്ങൾ കുളിമുറിയിലാണല്ലോ, രാത്രി ഉറങ്ങാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഔറത്തിന് വെളിവാക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ മലക്കുകളുണ്ട്, അവരോട് നിങ്ങൾ ലജ്ജയുള്ളവരായിത്തീരണം. ഇന്ന് നമ്മുടെ ജീവിത സംസ്കാരത്തിൽ പല മറ്റുള്ള മതത്തിൻ്റെയും യൂറോപ്പിൻ്റെയും സംസ്കാരം കടന്നുകൂടി. കളിക്കുമ്പോൾ ഔറത്ത് വെളിവാക്കുന്നു, കുളിക്കുമ്പോൾ ഔറത്ത് വെളിവാക്കുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യം പോലെ ഉടുത്ത മുണ്ടിനെ മടക്കി വീണ്ടും അത് ഔറത്ത് വെളിവാക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ ഉയർന്ന സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഉന്നതമായ ഗുണങ്ങൾ, ഇത് മുസ്ലിമീങ്ങളുടെ ഗുണമാണ്, ലജ്ജയോട് ജീവിക്കുക. സഹാബാക്കളെ നോക്കി, മുൻഗാമികളെ നോക്കി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ അദ്ദേഹം നിന്ന് കുളിക്കുകയില്ലായിരുന്നു, ഇരുന്ന് അദ്ദേഹം കുളിച്ചിരുന്നു. കാരണം ഹയാ മിൻ റബ്ബി, എൻ്റെ റബ്ബ് കാണുന്ന ലജ്ജയാൽ. അബൂബക്കർ റളിയല്ലാഹു തആല വിസർജന സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹം തുണി കൊണ്ട് തന്നെ മുഖം മറയ്ക്കുമായിരുന്നു. അദ്ദേഹം ഹയാ മിൻ റബ്ബി, റബ്ബിനുള്ള ലജ്ജ കാരണം.
തൻ റബ്ബിനുള്ള ലജ്ജ കാരണം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിന്റെ സമയം അടുത്തപ്പോൾ, താൻ മരണപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തന്റെ മുണ്ടിനെ മുറുക്കി കൊടുത്തു. ഷഹാദത്ത് സംഭവിക്കുമ്പോൾ, ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോൾ, കൊല ചെയ്യുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്ന നിർബന്ധം, മരണപ്പെടുമ്പോൾ പോലും തൻ്റെ ഔറത്ത് വെളിവാകുന്ന നിർബന്ധ ബുദ്ധിയിൽ തൻ്റെ മുണ്ടിനെ മുറുക്കിയെടുക്കുകയുണ്ടായി. സഹാബാക്കളായ വനിതകളിൽ നോക്കി, അവരുടെ ജീവിതത്തിൽ എത്ര പരിശുദ്ധമായിരുന്നു, എത്ര സൂക്ഷ്മതയായിരുന്നു, ലജ്ജയുള്ളവരായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ മരണം എടുത്ത സമയത്ത് വസീയത്ത് ചെയ്തു, എന്നെ കബറടക്കേണ്ടത് രാത്രിയാണ്, പകൽ നിങ്ങൾ കബറടക്കരുത്. കാരണം രാത്രി എൻ്റെ ശരീരത്തെ മയ്യത്ത് പൊഴുതിയതിനു ശേഷവും എൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയെ ആരും കാണരുത്. നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല പറയുകയാണ്, എൻ്റെ മയ്യത്ത് കബറടക്കേണ്ടത് രാത്രിയാണ്. ഒരു സഹാബി വനിത വന്ന് തങ്ങളോട് പറഞ്ഞു, നബി എനിക്ക് എപ്പോഴും അപസ്മാരം ഉണ്ടാകുന്നു, ഞാൻ ബോധം കെട്ട് വീണു പോകുന്നു, എനിക്കത് മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, നിന്റെ രോഗം മാറും. ഇല്ലെങ്കിൽ നീ ക്ഷമിച്ചാൽ ഇതിന് പകരമായ സ്വർഗത്തിൽ ഉന്നതമായ ദർജ ലഭിക്കും. ഏതാണ് വേണ്ടത് നബി? എങ്കിൽ എൻ്റെ രോഗം മാറണ്ട, താങ്കൾ ദുആ ചെയ്യേണ്ട, പക്ഷേ ഒന്ന് ദുആ ചെയ്യണം, ഞാൻ അപസ്മാരം വന്ന് ബോധം കെട്ട് വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യും. സഹാബാക്കളായ വനിതകളുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു, സംസ്കാരമായിരുന്നു, നഗ്നത വെളിവാകരുത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്നും പുരുഷന്മാരിലും സ്ത്രീകളുമായി ഉയർന്ന സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ മുആശറയാണ്, അടിസ്ഥാനമായ ചിഹ്നമാണ്. മുസ്ലിമീങ്ങൾ ലജ്ജയുള്ളവരായിരിക്കും. കളിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന്റെ പേരിലോ ഒരിക്കലും ഔറത്തിനെ വെളിവാക്കിയില്ല. ഒരു മുസ്ലിമായ പുരുഷൻ, പ്രായപൂർത്തിയായ പുരുഷനിലോ സ്ത്രീയോ കാണുകയില്ല. ഇസ്ലാം ശരീരത്തെ കൽപ്പിച്ച ശരീരത്തിന്റെ ഭാഗങ്ങളെ പൂർണ്ണമായി മറയ്ക്കുന്നവനായിരിക്കും. ഒരു മുസ്ലിമിന്റെ ഉയർന്ന ഗുണമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഉയർന്ന സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യേണ്ടവരാണ്. അല്ലാഹു തആല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഇസ്ലാമിന്റെ ഉന്നതമായ സംസ്കാരത്തെയും ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.